പക്ഷെ ഇത്രയും വലിയൊരു നടിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇതെന്താ ഈ കേരളത്തിൽ നടക്കുന്നത് എനിക്കറിയാൻ വയ്യാത്ത കാര്യമാണ്. ലോകം മുഴുവൻ കണ്ടതല്ലേ. ആരെയാണ് ഏത് കേസ് പ്രവർത്തകരാണ് അവരെ മർദ്ദിച്ചത്? അവരെ മർദ്ദിച്ചത്, മർദ്ദനമേറ്റിട്ടുണ്ടെങ്കിലും മർദ്ദിച്ചത് പോലീസുകാരാണ്. ഇന്നലെ എല്ലാവരും കണ്ടില്ലേ, വനിതാ പോലീസ് അടക്കമുള്ളവരാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ആകെ 4-5 കേസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. അതിപ്പോൾ എല്ലായിടത്തും നടക്കുന്നതല്ലേ. കരിങ്കൊടി കാണിച്ചിട്ട് അവർ വളരെ സുഖമായി നടന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയ ആളിനെ അപ്പോഴാണ് ഫോൺ വരുന്നത്. സ്പീക്കറാണ് വിശദീകരിക്കുന്നത് ഇവർക്ക് പരിക്ക് പറ്റിയെന്നും മുഖ്യമന്ത്രിക്ക് വിളിച്ചു കൊടുക്കും, മുഖ്യമന്ത്രി ഉടനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നത്. ഇതെന്നാ വെള്ളരിക്ക പട്ടണമാണോ കേരളം? പണ്ടൊക്കെ CPM ഇത്തരം കള്ള പ്രചാരവേലകൾ ജനങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു. എന്ത് കള്ളവും പ്രചരിപ്പിക്കാമായിരുന്നു. ഇപ്പം വിഷ്വൽ മീഡിയയുടെ കാലമാണ്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ഉണ്ട്. ഇതെല്ലാം പരിശോധിക്കട്ടെ. പക്ഷെ ഇത്രയും വലിയൊരു നടിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഗോവിന്ദൻ മാസ്റ്ററും ആരോഗ്യമന്ത്രിയും തമ്മിൽ മത്സരമാണ് ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ. രണ്ടുപേരും അഭിനയിക്കുകയാണ്. മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ആരാണ് കൊല്ലാൻ ശ്രമിച്ചത്? ആരെങ്കിലും ഒരു KSU പ്രവർത്തകനോ അവരുടെ അടുത്തേലെത്തിയോ? അവരല്ലേ, മന്ത്രിയല്ലേ ആക്രോശിച്ചുകൊണ്ട് KSU പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അടുത്തത്. അവരുടെ ചുറ്റും ഒരു 40 പോലീസുകാരുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു KSU പ്രവർത്തകൻ അവരുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. എന്നിട്ട് നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഗോവിന്ദൻ മാസ്റ്റർ നാട് നീളെ അക്രമം അഴിച്ചുവിടാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. എല്ലായിടത്തും പ്രേരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി, സ്പീക്കർ, ഈ സ്പീക്കർക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വാസ്തവത്തിൽ സ്പീക്കർക്ക് രാഷ്ട്രീയമില്ലാത്ത ആളാണ്. രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കേണ്ട ഒരാളാണ്. അദ്ദേഹം ആ സ്പീക്കർഷിപ്പിൻ്റെ ഒരു പദവിയുടെ വില കളയരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും സ്പീക്കറെ ആദരിക്കുന്ന വ്യക്തിത്വമാണ്. ഇന്നലെ സ്പീക്കറുടെ ആ നടപടി ഒരു കാരണവശാലും ആരും അംഗീകരിക്കുന്നില്ല. DYFI പ്രവർത്തകനെ പോലെയാണ് ഇന്നലെ സ്പീക്കർ പെരുമാറിയത്. വളരെ ദൗർഭാഗ്യകരമായി പോയി. പഴയ DYFI പ്രവർത്തകരാണെങ്കിലും അദ്ദേഹം ഇപ്പം കേരള നിയമസഭയുടെ സ്പീക്കറാണ്. എല്ലാ പക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഭരണകക്ഷിക്കുമൊക്കെ ഒരേപോലെ ന്യായവും നീതിയും നടപ്പാക്കേണ്ട വ്യക്തിയാണ് ഇന്നലെ ഈ എല്ലാ പ്രകോപനത്തിനും വഴിതെളിച്ചത്. ഇവരെ ആരാക്രമിച്ചത്? എന്ത് പരിക്കാവുള്ളേ? ICUയിൽ കൊണ്ടുപോകാൻ മെഡിക്കൽ ബോർഡ് കൂടുകയാണ്. ഒരു പാവപ്പെട്ട ഒരാൾക്ക് മാരകമായ പരിക്കേറ്റാൽ പോലും ICU പ്രവേശിപ്പിക്കുകയോ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാവുകയോ ചെയ്യാറില്ല. അപ്പോൾ ഇതെല്ലാം നാട്യമാണ്. ഈ നാട്യവും അഭിനയവും ഒക്കെ കേരളത്തെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം KSU പ്രവർത്തകർക്ക് നേരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയാണ്. വാസ്തവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടത് മന്ത്രിയെ തടഞ്ഞ ആ പോലീസുകാരുടെ പേരിലാണ്. വനിതാ പോലീസുകാർ അടക്കമുള്ളവരുടെ പേരിലാണ് കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടത്. DGP ഇത് മനസ്സിലാക്കണം. ഇത് എന്താ സംഭവിച്ചതെന്ന് അദ്ദേഹം കാണണം. കാണാതെ KSU പ്രവർത്തകരുടെ നേരെ നീതിരഹിതമായി പ്രവർത്തിച്ചാൽ കോടതിയുണ്ട്. ഞങ്ങൾ കോടതിയിൽ പോകും.